ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. കൂട്ടുകാരെ, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എക്സാമിനേഷന് 100-ൽ 100 മാർക്ക് മേടിക്കണോ? അതിന് പഠിച്ചാൽ മാത്രം പോരാ, പിന്നെയോ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് MCQ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയണം. കോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും മാപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക തന്നെ ചെയ്യണം. CBSEയുടെ കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കാനായി ബോർഡ് എക്സാമിനേഷൻ വരെ സോഷ്യൽ സയൻസ് പാഠശാല നിങ്ങളോടൊപ്പം ഉണ്ടാകും. ബോർഡ് എക്സാമിനേഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡെയിലി പ്രാക്ടീസ് സെഷൻ നിങ്ങൾക്കായി സോഷ്യൽ സയൻസ് പാഠശാല ഒരുക്കുകയാണ്. തീർത്തും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുവാനായി 9846831744 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. നമ്മൾ മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്ന അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ അധ്യായത്തിൻ്റെ 6ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസിനെ കുറിച്ചാണ്. നാച്ചുറൽ ഗ്യാസ് ഒരു എനർജി റിസോഴ്സ് ആണ്. കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിക്ക് എക്സാമ്പിളാണ് നാച്ചുറൽ ഗ്യാസ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് നമ്മുടെ ഭൂമിയുടെ അടിയിൽ പെട്ടുപോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നാച്ചുറൽ ഗ്യാസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോസിൽ ഫ്യൂവലാണ്. നാച്ചുറൽ ഗ്യാസിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് മീതെയ്ൻ ആണ്. ഇതൊരു ക്ലീൻ ഫ്യൂവലാണ്, കാരണം ഇത് ബേൺ ചെയ്യുമ്പോൾ അധികം സ്മോക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുവാനായി പവർ സെക്ടറിൽ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് പർപ്പസ് ഇൻ ഇൻഡസ്ട്രീസ്. കെമിക്കൽ ഇൻഡസ്ട്രിയിലും ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിലും നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്ക് അഥവാ ഡൊമസ്റ്റിക് പർപ്പസിനും നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. കുക്കിംഗ് ഫ്യൂവലായി ഉപയോഗിക്കുമ്പോൾ ഇതിനെ PNG അഥവാ പ്യൂരിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയും. ട്രാൻസ്പോർട്ടേഷൻ ആവശ്യങ്ങൾക്ക് CNG അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഡെപ്പോസിറ്റുള്ള പ്രധാനപ്പെട്ട മേഖലകൾ: ഒന്ന് മുംബൈ ഹൈ, രണ്ടാമത്തേത് കാംബെ ഗുജറാത്തിലാണ്. പിന്നെ കൃഷ്ണ ഗോദാവരി ബേസിനിലും നാച്ചുറൽ ഗ്യാസിൻ്റെ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഹസാരിയ, വിജയ്പൂർ, ജഗദീഷ്പൂർ പൈപ്പ് ലൈൻ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പൈപ്പ് ലൈന് 1700 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗെയിൽ സ്റ്റാൻഡ്സ് ഫോർ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. മുംബൈ ഹൈയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാച്ചുറൽ ഗ്യാസ് വെസ്റ്റേൺ ഇന്ത്യയിലും നോർത്തേൺ ഇന്ത്യയിലുമുള്ള ഇൻഡസ്ട്രിയൽ മേഖലകളിൽ എത്തുന്നത് ഈ പൈപ്പ് ലൈൻ വഴിയാണ്.